അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വ്യാപകമായി പല സഹോദരങ്ങളും ചോദിക്കുന്ന മനസ്സിലുള്ള ഒരു വസ്വാസാണ് മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്. ഇപ്പം ജനാപത്തുകാരന് കുളി നിർബന്ധമാണ്. അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിപ്പിക്കുന്നവർ നിർബന്ധമായി കുളിക്കണം. അപ്പൊ ഈ വിഷയത്തിന്റെ വ്യത്യസ്തമായ ഹദീസുകൾ പരിശോധിക്കാം. ഒരു ഹദീസിലുള്ളത് മഹാൻ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത് മൻ ഗസ്സല മയ്യിതൻ, മയ്യത്ത് കുളിപ്പിച്ചാൽ ഫലിയഗ്തസിൽ, അവൻ കുളിച്ചുകൊള്ളട്ടെ എന്ന റിപ്പോർട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ ഹദീസിൽ മയ്യത്ത് കുളിപ്പിച്ച ഒരാൾ കുളിക്കണമെന്നാണ്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിലുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത് കുനാ നഗ്തസിലുൽ മയ്യിത, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചാൽ ഫമിന്നാ മൻ യഗ്തസിലു, ഞങ്ങളിൽ മയ്യത്ത് കുളിപ്പിച്ചവരിൽ പെട്ട ആളുകൾ എന്ത് ചെയ്യും, കുളിക്കുന്നവരുണ്ട്. ഫമിന്നാ മൻ ലാ യഗ്തസിലു, കുളിക്കാത്തവരുമുണ്ട്. ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്, കുളി നിർബന്ധമാണ് എന്നുള്ളതല്ല, വേണമെങ്കിൽ കുളിക്കാം, കുളിക്കാതിരിക്കാം. പക്ഷെ അവിടെ പൊതുവായി ചെയ്യേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നജസ്സുകൾ നമ്മുടെ ശരീരത്തിൽ പറ്റാൻ അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ നജസ്സുകൾ പറ്റിയാൽ നജസ്സുകൾ നിർബന്ധമായും കഴുകിക്കളയേണ്ടതുണ്ട്. അതിന്റെ സൂചനയാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈക്കും ഫീ ഗസ്ലി മയ്യിതിക്കും ഗസ്ലുൻ ഇദാ ഗസ്സൽതുമുഹു, നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചാൽ നിങ്ങളുടെ മേൽ കുളി നിർബന്ധമല്ല. ഇന്ന മയ്യിതുക്കും ലൈസ ബിനജസിൻ, കാരണം മയ്യിത്ത് നജസല്ല. ഫഹസ്ബുക്കും അൻ തഗ്തസിലു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകണം, അത് മതി എന്നാണ്. അപ്പോൾ ഒരു ഹദീസിൽ കുളിക്കണം, മറ്റൊരു ഹദീസിൽ കുളി നിർബന്ധമല്ല. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇമാം മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഹഫിൾ മുൻദിർ, അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അജ്മഅഹുൽ ഇൽമ്, പണ്ഡിതന്മാർ ഇജ്മാ പറഞ്ഞിട്ടുണ്ട്, അല അന്ന ഗസ്ലുൽ മയ്യിതി ലാ യജിബു അല മൻ ഗസ്സലഹു, മയ്യിത്ത് കുളിപ്പിച്ച ആൾക്ക്, മയ്യത്ത് കുളിപ്പിച്ചവർക്ക് മയ്യത്ത് കുളിപ്പിച്ചതിന്റെ പേരിൽ കുളി നിർബന്ധമല്ല എന്ന് വിശദീകരിച്ചതേ കാണാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.